വെച്ചേക്കണം. എടി ഇതൊന്നും വർക്കാവില്ല, എല്ലാവർക്കും മനസ്സിലാവും. എന്നാ വേറെ ഫ്രഷ് ഐഡിയ ഉണ്ട്. നമുക്ക് ഈ ഓഫീസിൽ ഗോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലോ? ഫ്രഷ്. But it is too much cliche. Let's try something better. പെണ്ണെ, രാവിലെ മുതൽ നീ തുടങ്ങി തന്നെ കൊണ്ട് ഓരോ പ്ലാൻ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും 100 ന്യായങ്ങള്. നിനക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പൊ എടുക്കണം. അല്ലാതെ ആളിട്ട് ശേഷം കൊണ്ടിരിക്കുന്നത്. നീ ഇങ്ങനെ പെണങ്ങല്ലട കുട്ടാ, നമുക്കും കൂടെ ഗുണമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയല്ലേ. ആ ഗുണമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൂടെ നിൽക്കുന്നത്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ട് നിനക്ക് മാത്രം ഒരു തൃപ്തി വരുന്നില്ലല്ലോ. അതിന് നമ്മളെങ്ങനെ സോഫ്റ്റ് ആയിട്ട് പുട്ടുണ്ടാക്കാം എന്നതിനെ കുറിച്ചല്ല ചിന്തിക്കുന്നേ. ആ മേരിയെ ലൂസി ഇവിടെ നിന്ന് എങ്ങനെ പുറത്താക്കുന്നതിനെ കുറിച്ചല്ലേ. അതിന് കുറച്ച് സമയമൊക്കെ എടുക്കും. ആണോ? ഞാൻ തന്ന ആദ്യത്തെ പ്ലാൻ എന്തായിരുന്നു പ്രശ്നം? ഒരു പ്രശ്നമില്ല, പക്ഷെ അത് വർക്കൗട്ട് ആവില്ല. എന്തുകൊണ്ട് വർക്കൗട്ട് ആവില്ല? അതിന് ഞാൻ പറഞ്ഞു തന്നിട്ടാണോ നിനക്ക് മനസ്സിലാവാൻ? ഇത്രയും സോളിഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഞാൻ പറഞ്ഞു തന്നിട്ട് അത് നടക്കൂല എന്നിങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്ന് എനിക്ക് അറിയണം. അല്ലാണ്ട് ഇങ്ങനെ ഒരുമാതിരി ബൂർഷ്യാനെ പോലെ പെരുമാറും. ഓ, ഉള്ളതുപോലെ പറഞ്ഞപ്പ ഞാൻ ബൂർഷ. ശരി, ആയിക്കോട്ടെ. നീ പറഞ്ഞ പ്ലാൻ എന്തായിരുന്നു? ഫസ്റ്റത്തെ പ്ലാൻ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഇല്ല, നല്ല ഓർമ്മയുണ്ട്. അവർ രണ്ടുപേരും കൂടെ ലിഫ്റ്റിന്റെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ പുറത്തുള്ള വടിയിലൊക്കെ എണ്ണ ഒഴിച്ച് വെച്ച് അവർ മൂക്കം കുത്തി വീണു ഹോസ്പിറ്റലിൽ കിടന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് മടിയായിട്ട് ഇങ്ങോട്ട് വരാതെ തിരിച്ചു പോകും. എന്താ തിരിച്ചു പോവില്ലേ? ഓ, നല്ല സൂപ്പർ പ്ലാൻ. എടാ കുട്ടാ, ഇതൊക്കെ പ്രേം നസീർ സാറിന്റെ അടൂർബാസ് സാറിന്റെയും കാലത്ത് കഴിഞ്ഞുപോയി. ഇതൊന്നും വിടാറായില്ലേ? എടാ, ആ പ്ലാനൊക്കെ ഇപ്പോഴും നല്ലോണം വർക്കൗട്ട് ആവുന്നോണ്ടല്ലേ എല്ലാരും അങ്ങനത്തെ പ്ലാൻ ചിന്തിക്കുന്നത്. ശരി, അങ്ങനെ തന്നെ ആവട്ടെ. ഇനി നമ്മൾ അവരെ എണ്ണ ഒഴിച്ചിട്ട് വീഴ്ത്തി. ഈ എണ്ണ ഇവിടെ നിന്ന് വന്നൊന്ന് ആരെങ്കിലും അന്വേഷിച്ചാലോ? ഇപ്പോ നമ്മള് കുക്കിങ്ങിന് കൊണ്ടുവരുന്ന വഴിക്ക് ലീക്ക് ആയതെന്ന് പറഞ്ഞ പോരെ. ഇതിനും മാത്രം എണ്ണ കൊണ്ടുവരാൻ നീ എന്താ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്ന? അല്ല, അത് നല്ലൊരു പ്ലാനാ. നമ്മള് അന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു പറയാം. നീ ഒന്നും പണയണ്ട. താക്കോലിപ്പോ മരുന്നലപ്പേലല്ലേ, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. നീ ഞാൻ അറിയാതെ അതിന്റെ ഇടയിൽ പ്ലാനൊക്കെ ഉണ്ടാക്കിയല്ലേ. താക്കോലിന് കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. എത്ര മനോഹരമായ കാഴ്ച. എടാ, എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് ദിവസങ്ങളിൽ ഇവിടെ ചിലർ വട്ടി പിടിച്ച് ഓടി നടക്കുന്നത് കാണാൻ പറ്റുന്നു. അതിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മളോട് ചെയ്തേനെ ഇവളുമാർക്ക് ഇതൊന്നും കിട്ടിയാ പോരെ, ഇതിനപ്പുറം കിട്ടണം. മിണ്ടരുത് നീ ഒന്നും. ഞങ്ങളെ ഇവിടെ നിന്ന് പോച്ച് പുറത്ത് ചാടിച്ചിട്ട് നീയൊക്കെ ഇവിടെ റാണിയെ പോലെ കഴിയാമെന്നല്ല കരുതിയത്. ഇപ്പൊ നിനക്കെല്ലാം പണിയായില്ലേ? നേരത്തെ ഒരു പിശാചിനെ സഹിച്ചാൽ മതിയായിരുന്നു, ഇപ്പൊ 2 എണ്ണമായി ഇവിടെ. സഹിച്ചോ? അവര് പുറത്തെ അടിക്കാനുള്ള ഐഡിയ ഞങ്ങൾ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിന്റെയൊക്കെ പ്ലാനല്ലേ, അത് കറങ്ങിത്തിരിഞ്ഞ് ആരുടെ ഉച്ചിയിൽ വന്ന് വിടുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കൂടുതൽ പ്ലാനിങ്ങുകളൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? കുട്ടികൾ സഹിച്ച് എത്ര നാളെന്ന് വെച്ചാൽ ഇവിടെ നിക്കാം. എനിക്ക് ഇപ്പൊ തന്നെ മടുത്തു. സത്യം, പണ്ടാണെങ്കിൽ ഒരു ഡോറോത്തി മതാവിനെ സഹിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ 2 എണ്ണമായില്ലേ? അതാരും ഓ, വേറെ ആരും ആ മേരി മാഡം. പ്രായം അറിയാതിരിക്കാൻ വേണ്ടി മൂത്തോളം പുട്ടിയടിച്ച് നടക്കല്ലേ തള്ളച്ചി. ഇംഗ്ലണ്ടിൽ നിന്ന് നേരിട്ട് കെട്ടിയെടുത്ത മതാമേന്ന തള്ളച്ചിയുടെ വിചാരം. ഇങ്ങനെ പോയാലേ നമ്മുടെ ഓഫീസ് അവരൊരു കോളനി ആക്കി മാറ്റും. ഇനി കോളനി ആവാൻ എന്ത് ബാക്കിയുണ്ട്? ഓൾറെഡി ആയല്ലോ. ഇനി ഇവിടെ ഒരു സ്വാതന്ത്ര്യ സമരം മാത്രം നടക്കാൻ ബാക്കിയുള്ളൂ. ഇവിടെ ഒരുപാട് ഉപ്പ് സത്യാഗ്രഹം നടത്തേണ്ടി വരും. ഉപ്പ് ഇന്നവരാരും വെള്ളം കുടിക്കുമെന്നല്ലേ? നീയൊക്കെ ഉണ്ടാക്കിയ പ്രശ്നമല്ലേ? അപ്പൊ നീയൊക്കെ തന്നെ കുടിച്ചോ. ഞങ്ങൾക്കേ വേറെ പണിയുണ്ട് കേട്ടോ. അയ്യോ, അങ്ങനെ പോരുത് പ്ലീസ്. സാധാരണ മാനസിക നിലയിൽ നിന്നും മാനസിക വിഭ്രാന്തിയിലേക്കുള്ള ഒരു യാത്രയിലാണ് ഞങ്ങൾ. അതിനിടയിൽ ചെറിയൊരു നൂൽപ്പാലം മാത്രമേ ഉള്ളൂ. അവിടെ ഞങ്ങൾ ഒറ്റയ്ക്കാക്കിട്ട് പോരുത് പ്ലീസ്. നിങ്ങൾ അങ്ങനെ ഞങ്ങളെ ഒറ്റയ്ക്കാക്കി പോയാൽ ഈ ഓഫീസിൽ ഷോക്ക് അടിപ്പിക്കാനുള്ള ഒരു മെഷീൻ കൂടി ഞങ്ങൾ ഫിറ്റ് ചെയ്യേണ്ടി. അല്ല, ഞങ്ങളുടെ കിളികൾ പോയി എന്ന് തോന്നുമ്പോ ഞങ്ങൾക്ക് പോയി റീചാർജ് ചെയ്യാലോ. അതോർത്ത് മക്കള് വിഷമിക്കണ്ട, അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഞങ്ങൾ ചെയ്തു തരാം കേട്ടോ. അത് വേണ്ട, നമുക്ക് കറണ്ട് ചാർജ് കൂടും. ഈടാ, അക്കൗണ്ട്സ് മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത് ആ രാക്ഷസി അല്ലേ. അപ്പൊ അതൊക്കെ അവരുടെ ഹെഡേക്ക്, നമ്മള് മൈൻഡ് ചെയ്യില്ല. ഞങ്ങളൊന്ന് മൈൻഡ് ചെയ്യോ പ്ലീസ്. അപ്പൊ 2 പേരും കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ആയല്ലോ അല്ലേ? ഇവളുമാരെ വിശ്വസിക്കാൻ പറ്റുമോ? ഒന്നുകൂടി ചെയ്യും. അപ്പൊ 2 പേരും കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ആയല്ലോ അല്ലേ? സറണ്ടർ ആയി. ഇനി നിങ്ങൾ വരയ്ക്കുന്ന വര എവിടെയാണോ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് 2 എണ്ണത്തിനെ ഒരുമിച്ച് ഇവിടുന്ന് പുറത്തേക്ക് അടിക്കാൻ പറ്റത്തില്ല. സെപ്പറേറ്റ് ആയിട്ടേ ചടിക്കാൻ പറ്റുള്ളൂ.
അതൊക്കെ ഒരുപാട് സമയം എടുക്കുന്ന കാര്യങ്ങളല്ലേ. നമുക്കൊരു നല്ല പ്ലാൻ ഉണ്ടാക്കി രണ്ടാമത്തിനും കൂടെ ഒന്നിച്ച് പുറത്തേക്ക് അടിക്കുന്നല്ലേ നല്ലത്. അവിടെയാണ് നിങ്ങൾക്ക് കളി അറിയില്ലെന്ന് ഞങ്ങൾ പറഞ്ഞത്. ഈ രണ്ടുപേരും കൂടി ഒരുമിച്ച് പുറത്തായി കഴിഞ്ഞാൽ അതിന് പുറകിൽ നമ്മളാണെന്നൊരു ഡൗട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരിക്കലും പുറത്താക്കാൻ പറ്റില്ല. രണ്ടു ഉടും പള്ളി പിടിച്ച് മോള് ഇവിടെ തന്നെ അങ്ങ് നിൽക്കും. അല്ലപ്പോ നിങ്ങൾ എന്താ ശരിക്കും പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. നമ്മളൊരു കാരണം പറഞ്ഞ് ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നതിന് പകരം അവരിവിടെ നിൽക്കുന്നത് പന്തിയിടാന്ന് തോന്നി അവര് തന്നെ ഇവിടെ നിന്ന് പുറത്താണ്. അങ്ങനെ ഇപ്പൊ അവരെ തോന്നിക്കാൻ നമ്മളെന്താ ചെയ്യാ? അതിനൊക്കെ ഒരു വഴിയുണ്ട്. അതെന്ത് വഴിയാ? മോളിവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാം പഠിച്ചെടുത്തല്ലോ അല്ലേ? എനിക്ക് തോന്നുന്നു നിനക്കിനി ഇവിടെ പെർമനന്റ് ആയിട്ടങ്ങ് കൂടാവുന്നു. എന്റെ പൊന്നാൻറ്റി ചതിക്കല്ലേ. ഞാൻ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നെന്നുള്ളതൊക്കെ ശരി തന്നെ, എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു സെറ്റപ്പിൽ എന്നെ ലോക്ക് ആക്കരുത്. പിന്നെ ആ ടോമിക്ക് ഒരു പണി കൊടുക്കാമല്ലോ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാ ആന്റിക്ക് ഞാൻ കൈ തന്നു. അറിയാലോ. അതൊക്കെ ആന്റിക്ക് അറിയാം. നീ വന്നതുകൊണ്ടാ എനിക്കേ ഇവിടെ ഒരു പവർ ഉള്ളത്. ഇപ്പൊ ഇവന്മാരെ ഒന്ന് ശരിയാക്കി എടുക്കണം. നിനക്കറിയാലോ, രണ്ടും നല്ല തലതെറിച്ച സാധനങ്ങളാണ്. അറിയാവേ. ആ ജോമി ഉണ്ടല്ലോ, അവനുണ്ടല്ലോ, അവനങ്ങ് അമേരിക്കയിൽ എനിക്ക് പണി തന്നവനാ. അവിടെ എന്ത് പണി? ഞാൻ ഇവിടുന്നേ ടോമിയായിട്ടുള്ള കല്യാണമൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ അമേരിക്കയിലേക്ക് പോയത്. അതിന്റെ ദേഷ്യത്തിനാന്ന് എനിക്ക് തോന്നുന്നു. ജോമി അവന്റെ ഗ്യാങ്ങും കൂടെ എന്റെ യൂണിവേഴ്സിറ്റിയിലും കമ്പനിയിലും ഒക്കെ എന്നെ പറ്റി മോശമായിട്ട് പറഞ്ഞുകൊണ്ട് മെയിലുകളോട് മെയിൽ. ഇനി അവന്മാര് പൊട്ടന്മാരായതുകൊണ്ട് കോപ്പി പേസ്റ്റ് അയച്ചു. അത് കണ്ടിട്ട് അവർക്ക് സംശയം തോന്നിയിട്ട് എന്റെ അടുത്ത് ഒന്ന് ചോദിച്ചു. എന്റെ അടുത്ത് എൻക്വയറിക്ക് വന്നപ്പോൾ ഞാൻ അപ്പൊ തന്നെ ഞാൻ കാര്യം പറഞ്ഞു. പിന്നെ അവിടെയൊക്കെ ഈ ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര യൂഷ്വൽ ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് അവർക്ക് അപ്പോഴേ പിടികിട്ടി. ഇവന്മാർ ഇത്രത്തോളമൊക്കെ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് അവന്മാർക്കിട്ട് നല്ല പണി കൊടുക്കണം. മോൾ ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം കുറച്ച് നാള്. നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ നോക്കാം. എന്തായാലും ഇതുവരെ ഇങ്ങനെയല്ലായിരുന്നോ? ഇക്കാര്യത്തിൽ അങ്ങനെ തന്നെ പോട്ടെ. പിന്നെ അവന്മാർക്കിട്ട് പണി കൊടുക്കുമ്പോട്ടോ ഒരു സുഖമൊക്കെ പിന്നല്ലേ. അത്ര എന്താ മോളെ, എന്ത് പറ്റി?